ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു മുട്ട ഫ്രൈ ആണ്. ഇതിപ്പം നമുക്ക് ചപ്പാത്തി, ഇടിയപ്പം, ചോറിൻ്റെയും കൂടെ കഴിക്കാവുന്നതാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണമെന്നനുസരിച്ചാൽ അതുപോലെ ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ടേസ്റ്റിയായ മുട്ട ഫ്രൈ എന്നാൽ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെയുള്ള ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിലൊക്കെ ഒരു ഗ്രേവി ഒന്ന് പൊതിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതനുസരിച്ച് സവാളയുടെയൊക്കെ അളവെടുക്കാം. അപ്പം ഞാനിവിടെ ഇതൊന്ന് പൊടിയായിട്ട് നമുക്ക് അരിയണേ, അല്ല സ്ലൈസായിട്ടല്ല, പൊടിയായിട്ട് അരിയണം. അപ്പം ഞാനിപ്പോൾ ഒരു 4-5 മുട്ട എടുക്കുന്നുണ്ട്. ആ മുട്ട കീറി നമ്മൾ എടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കീറിയ മുട്ട ഇതിൻ്റെ അകത്തൊന്ന് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം മുട്ട മുറിച്ചിട്ട് നിങ്ങൾ വെക്കുന്നുടനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പാനിൽ വെക്കുന്നുണ്ടേ ആദ്യം ഈ മഞ്ഞക്കരുവിൻ്റെ ഭാഗം വെക്കാതെ മറ്റേ ഭാഗം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ ഭാഗം വെച്ചിട്ട് വേണം നിങ്ങൾ മുട്ടയൊന്ന് വറുത്തെടുക്കാൻ. ആ മഞ്ഞപ്പൊടി മുളക് പൊടി ഇടുന്ന സമയത്ത് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണേ. മസാല കരിഞ്ഞു പോയാൽ മുട്ടയൊന്നും അങ്ങനെ കരിഞ്ഞിരിക്കും. അപ്പോൾ ഇത് 1 മിനിറ്റൊക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ ആ വശം തന്നെ വെച്ചൊന്ന് വറുത്തിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. ഈ മഞ്ഞ വശം അതുപോലെ 1 മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ മഞ്ഞ വശം ഉള്ളതും ആ സൈഡ് ഇട്ടിട്ട് 1 മിനിറ്റായി. അത് വീണ്ടും നമുക്കൊന്ന് തീ കുറഞ്ഞിരിക്കണേ, നമുക്കൊന്ന് വീണ്ടും തിരിച്ചിട്ടിട്ട് ഇതൊരു 1 മിനിറ്റൊക്കെ ഒന്ന് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ആ പാനിൽ ഇങ്ങനെ കിടക്കട്ടെ. മുട്ട നമുക്ക് തീ ഓഫാക്കി ഇടാം. എന്നിട്ട് ഞാനൊരു വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള് നമ്മുടെ വലിയ ജീരകവും കുറച്ച് കടുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നുണ്ടേ. വെളിച്ചെണ്ണ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. നമ്മൾ അരിഞ്ഞ സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഇഞ്ചിയാണേലും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊക്കെ ഒന്ന് വെളുത്തുള്ളി ഞാനൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനൊന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതിനിച്ചിരി ഞാൻ പറഞ്ഞില്ലേ ഗ്രേവി നല്ലതായിട്ട് ഇരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് സവാള കുറയ്ക്കരുത്, ഇത്തിരി കൂട്ടി തന്നെ സവാള എടുക്കണേ. ഇതിലേക്ക് ഞാനിപ്പോൾ 5 മുട്ടയുടെ അളവിലുള്ള ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഇതിലേക്ക് ഞാൻ 2 ചെറിയ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഈ സവാളയൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അന്നേരം ആ ടൊമാറ്റോയിലേക്ക് വെള്ളം ഇറങ്ങി സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വാടി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കൊരു പൊടി തയ്യാറാക്കണം, മസാലപ്പൊടി. അതിനായിട്ട് ഇതിവിടെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അടച്ചു വെച്ചിട്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഓയിലൊന്നും ഒഴിക്കണ്ട, തീ ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ല. ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ മല്ലി, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരുംജീരകം, പിന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു നുള്ളു ജീരകവും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അങ്ങനെ ജീരകം ചേർക്കാം, അല്ലെങ്കിൽ ജീരകം ചേർക്കണ്ട. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, വറുത്ത് പോവരുത്. വറുത്ത് പോയാൽ ആ ജീരകവും പെരുംജീരകവും ഒക്കെ ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് കൂടെ അങ്ങ് മാറിപ്പോവും. അതനുസരിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ചിട്ടിട്ടേ അത് ചെയ്യാവൂ. അത് കരിഞ്ഞു പോയാൽ നമ്മുടെ മുട്ട റോസ്റ്റ് ആകെ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് പോവും. ഇവിടെ ഇപ്പം നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചേർക്കണേ. 1 ടീസ്പൂൺ ഗരം മസാല. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ ആ മസാലയുടെയൊക്കെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം ആ മസാലയുടെയൊക്കെ ഒരു കളറോടൊന്ന് മാറണം, ഒരു നല്ലൊരു നല്ലൊരു കളർ വരണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മൾ വറുത്തതൊന്ന് തണുത്തായിരുന്നു, അതൊന്ന് പൊടിച്ചിട്ട് ആ പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ പൊടി ചേർക്കുമ്പോഴേ നമ്മുടെ മുട്ടയുടെ ഫ്രൈക്ക് ഒരു നല്ല ഡാർക്ക് കളർ കിട്ടുന്നത്. അപ്പം നന്നായി ഇതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞു പ്രത്യേകം അതൊന്ന് ചൂടായാൽ മതി, വറുത്ത് ഇങ്ങനെ എടുക്കരുത് കേട്ടോ. പൊടിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് മുട്ടയ്ക്കകത്തൊന്ന് പെരണ്ടിരിക്കേണ്ട ഗ്രേവിയാണ്. അപ്പോൾ അതനുസരിച്ച് സ്വല്പം വെള്ളം, അതൊന്ന് ഇച്ചിരി ഒന്ന് മസാലയ്ക്ക് ഒന്ന് നന്നായി ഒന്ന് പിടിക്കാനായിട്ട് ഒരു ഇച്ചിരി ഞാനൊന്ന്
ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിയാൽ അപ്പോൾ ഉപ്പൊന്ന് ചെറുതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉപ്പില്ല. അപ്പോൾ ഇതൊന്ന് ഈ മസാലയുടെ ഈ കുത്തലും ഇതൊക്കെ ഉണ്ടെങ്കിലൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ മുട്ടകൾ ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കണം. എല്ലാം ഇതുപോലെ ഒന്ന് പറക്കി വെച്ച് കൊടുക്കാം. തീ ഇപ്പോഴും ഒന്ന് കുറച്ച് വെച്ചേരെ. നിങ്ങൾക്കൊരു സ്വല്പം കൂടെ ഗ്രേവി വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഒത്തിരി ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട ഫ്രൈ ആയത്. എപ്പോഴും നമ്മൾ റോസ്റ്റൊക്കെ ചെയ്യുമ്പം ഇതുപോലെ പുരണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഇന്നൊരു ഇതൊക്കെ മുട്ടയൊന്ന് ഫ്രൈ ഒക്കെ ചെയ്തിട്ടെടുക്കുന്നത് ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ നമ്മൾ ആ മുട്ട ഫ്രൈ ചെയ്തുകൊണ്ടേ അതിൻ്റെ അകത്ത് ലാസ്റ്റിൽ ഇത്തിരി ഓയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞാൻ ഇതിലോട്ടങ്ങ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മസാല സഹിതം ഈ മുട്ടയെ ഇങ്ങനെ ഒന്ന് നമുക്ക് മുട്ടയുടെ മുകളിലൊക്കെ ഇച്ചിരിച്ച മസാല ഇട്ടിട്ട് എല്ലാ മുട്ടകളും ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മുട്ടകളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കാരണം ആ മുട്ടയുടെ മുകളിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. 5 മിനിറ്റ് ഒന്ന് ആവി കയറി വരട്ടതി. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു 2 സവാളയും കൂടെ ചേർത്താലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഭയങ്കര മധുരമായിരിക്കത്തില്ലേന്ന്. ഒട്ടും മധുരമൊന്നുമില്ല. നമ്മൾ ഈ മസാലയിലൊക്കെ ഇത്ര 2 സവാളയും കൂടെ ചേർത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി ആയിരിക്കും. നമുക്ക് ആ 1 സ്പൂൺ ഗ്രേവി ആ അരമുറി മുട്ടയും മതി നമുക്ക് ഒരു 2-3 ചപ്പാത്തി കഴിക്കാനൊക്കെ, അല്ലെങ്കിൽ ചോറ് കഴിക്കാൻ. ഇടിയപ്പത്തിനാണെങ്കിൽ ഒരിച്ചിരി ഗ്രേവി വേണം. ചപ്പാത്തിക്കും ചോറിനൊക്കെ ഇത് കൂടുതലും നല്ലത്. അപ്പം ഞാനത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തിക്കും എത്ര പ്രാവശ്യമായി ഈ തിരിച്ചിടുന്നു. പക്ഷെ അതൊന്ന് 2 സൈഡും ഒന്ന് മസാലയൊക്കെ കയറി പിടിച്ചിരിക്കാനായി ഇങ്ങനെ തിരിച്ചിടുന്നത്. ഞങ്ങളിതിപ്പം 5 പേർക്ക് 2 നേരം ചപ്പാത്തി കഴിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് മുട്ടയിലൊക്കെ വ്യത്യാസം വരുത്താം, സവാളയിലും വ്യത്യാസം വരുത്താമേ. സവാളയൊക്കെ ഇത്തിരി നന്നായിട്ട് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ചേർക്കുമ്പോഴാണ് ഗ്രേവി ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഈ മുട്ടയിൽ പൊതിഞ്ഞിരിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്കെല്ലാം ഒതുക്കി നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനൊരു വെറൈറ്റി ഡിഷൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.